തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 മെയ് മാസം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ബലപ്രവചനമാണ് ഇവിടെ നൽകുന്നത്. ജ്യോതിഷപരമായ സൂചനകൾ അനുസരിച്ച് ഈ മാസം നിങ്ങൾക്ക് സമ്മിശ്രമായ ബലങ്ങളാണ് കാത്തിരിക്കുന്നത്. എങ്കിലും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും ക്ഷമയിലൂടെയും പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. തൃക്കേട്ട നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിസാമർഥ്യമുള്ളവരും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരുമാണ്. 2026 മെയ് മാസം നിങ്ങൾക്ക് കഠിനാധ്വാനത്തിന്റെയും ഉത്തരവാദിത്തങ്ങളുടെയും കാലമാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിലെ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ ചില മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. മെയ് മാസം ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ചെയ്യുന്നവർക്കും തിരക്കേറിയ ഒന്നായിരിക്കും. നിങ്ങളുടെ ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ അധിക സമയം ചെലവഴിക്കേണ്ടി വരും. സഹപ്രവർത്തകരിൽ നിന്നുള്ള പൂർണ്ണമായ പിന്തുണ ലഭിക്കണമെന്നില്ല. അതിനാൽ സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. കാലങ്ങളായി കാത്തിരുന്ന സ്ഥാനക്കയറ്റത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുമെങ്കിലും ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. സ്വകാര്യ മേഖലയിലുള്ളവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾ ലഭിക്കാം. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. പുതിയ ജോലി തേടുന്നവർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയോടെ മികച്ച അവസരങ്ങൾ ലഭിക്കും. അഭിമുഖങ്ങളിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുമെങ്കിലും പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിശ്വസ്തത ഉറപ്പുവരുത്തണം. സ്ഥിരമായ വരുമാനം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളെ അലട്ടിയേക്കാം. പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നത് ആശ്വാസകരമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. സ്ഥിരമായ വരുമാനം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളെ അലട്ടിയേക്കാം. പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നത് ആശ്വാസകരമാകും. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം മുടക്കുന്നത് ഈ മാസം അത്ര നല്ലതല്ല. വസ്തുവോ ഭൂമിയോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ കൃത്യമായ ആധാര പരിശോധനകൾക്ക് ശേഷം മാത്രം മുന്നോട്ട് പോവുക. വീട് നവീകരണത്തിനോ വാഹന അറ്റകുറ്റപ്പണികൾക്കോ ആയി പണം ചെലവാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി പണം മാറ്റിവെക്കേണ്ടി വരും. ഈ മാസം സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വലിയ തുക കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. ദമ്പതികൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. മാസാവസാനത്തോടെ ദാമ്പത്യത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവപ്പെടും. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റിയ സമയമാണിത്. വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങൾക്ക് ഊർജം നൽകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഗുണകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളുമായി ചെറിയ പിണക്കങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അതുടൻ പരിഹരിക്കപ്പെടും. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വിരുന്നുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തും. ആരോഗ്യകാര്യത്തിൽ ഒട്ടും അശ്രദ്ധ പാടില്ലാത്ത മാസമാണിത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടായേക്കാം. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അസ്ഥി സംബന്ധമായ വേദനയോ സന്ധിവേദനയോ ഉള്ളവർ കൃത്യമായി വ്യായാമം ചെയ്യുക. ജോലിഭാരവും സാമ്പത്തിക സമ്മർദ്ദവും കാരണം ചെറിയ രീതിയിലുള്ള മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കാം. ഉറക്കമില്ലായ്മ അലട്ടാൻ സാധ്യതയുണ്ട്. യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഈ മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേഷ്യം വരുമ്പോൾ സംസാരിക്കുന്നത് അനാവശ്യ ശത്രുക്കളെ ഉണ്ടാക്കും. സമാധാനപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കരാറുകളിലോ നിയമപരമായ രേഖകളിലോ ഒപ്പിടുന്നതിന് മുൻപ് 2 തവണ വായിച്ചു നോക്കുക. പുതിയ സുഹൃത്തുക്കളെ അമിതമായി വിശ്വസിക്കുന്നത് ഈ മാസം ചതിക്കപ്പെടാൻ കാരണമായേക്കാം. അമിത വേഗത ഒഴിവാക്കുക. വാഹനത്തിന്റെ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. വിഘ്നങ്ങൾ നീങ്ങാൻ മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തുകയോ ഗണപതിക്ക് കരകമാല സമർപ്പിക്കുകയോ ചെയ്യുക. തൃക്കേട്ടയുടെ അധിപൻ ബുധനായതിനാൽ വിഷ്ണുഭജനം അതിവിശിഷ്ടമാണ്. ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ഐശ്വര്യം കൊണ്ടുവരും. ബുധനാഴ്ചകളിൽ പച്ചക്കറികൾ മാത്രം കഴിക്കുകയോ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ നൽകുന്നത് ബുധന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ തൊഴുന്നത് മനഃശാന്തി നൽകും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം മികച്ചതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഠിന പ്രയത്നം ആവശ്യമാണ്. സാങ്കേതിക മേഖലയിൽ പഠിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തേടിയെത്തും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിന്റെ പകുതിക്ക് ശേഷം നല്ല സമയമാണ്. വീട് പണി തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് അത് പുനരാരംഭിക്കാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തീർത്ഥയാത്രകൾ നടത്താൻ സാധ്യതയുണ്ട്.
തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 മെയ് മാസം ഒരു പരീക്ഷണ കാലം കൂടിയാണ്. നിങ്ങളുടെ ക്ഷമയും ബുദ്ധിശക്തിയും പലയിടത്തും പരീക്ഷിക്കപ്പെടും. നിങ്ങൾ ഒരു ടീം ലീഡർ ആണെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ ഉണ്ടായേക്കാം. ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിന് മുൻപ് കൃത്യമായ മേൽനോട്ടം വഹിക്കുക. IT മേഖലയിലുള്ളവർക്ക് പുതിയ കോഡിംഗ് ഭാഷകളോ സാങ്കേതിക വിദ്യകളോ പഠിച്ചെടുക്കാൻ ഈ സമയം ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കും. മെയ് മാസം പകുതിയോടെ ഒരു സാമ്പത്തിക ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് നന്നായിരിക്കും. അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുക. കുടുംബത്തിലെ മുതിർന്നവരുമായി സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പുതിയ നിക്ഷേപ വഴികൾ തുറന്നു തരും. പലപ്പോഴും തൃക്കേട്ട നക്ഷത്രക്കാർ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണെന്ന പരാതി കേൾക്കാറുണ്ട്. ഈ മാസം ആ ധാരണ തിരുത്താൻ ശ്രമിക്കുക. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. ദൂരെയുള്ള ബന്ധുക്കളുടെ സന്ദർശനം പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ പറഞ്ഞാൽ 2026 മെയ് മാസം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ മാസമല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിത വീക്ഷണത്തെയും പരുവപ്പെടുത്തുന്ന ഒരു കാലയളവാണ്. ഈ മാസത്തിൽ നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ എന്നത് അതിവൈകാരികതയെ നിയന്ത്രിക്കുക എന്നതും പ്രായോഗികമായി ചിന്തിക്കുക എന്നതുമാണ്. ജോലിസ്ഥലത്ത് ഈ മാസം നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കഴിവുകളെ മിനുക്കിയെടുക്കാനുള്ള അവസരങ്ങളാണ്. സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹരണം നിങ്ങളെ തളർത്താൻ അനുവദിക്കരുത്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെയുള്ള അന്വേഷണാത്മകമായ ബുദ്ധിയും കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാനുള്ള കഴിവും ഈ മാസം പരമാവധി പ്രയോജനപ്പെടുത്തണം. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പെട്ടെന്നുള്ള പ്രശംസകൾ ലഭിച്ചില്ലെങ്കിലും നിങ്ങളുടെ നിശബ്ദമായ കഠിനാധ്വാനം വരും മാസങ്ങളിൽ വലിയ നേട്ടങ്ങൾക്ക് അടിത്തറയിടും. ബിസിനസ് രംഗത്തുള്ളവർക്ക് ഈ മാസം പുതിയ വിപണികൾ കണ്ടെത്തുന്നതിനേക്കാൾ നല്ലത് നിലവിലുള്ള ഇടപാടുകാരുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതാണ്. ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് തോൽവിയല്ല, മറിച്ച് വലിയൊരു കുതിപ്പിനായുള്ള തയ്യാറെടുപ്പാണെന്ന ബോധ്യം തൊഴിൽ രംഗത്ത് പുലർത്തുക. സാമ്പത്തിക കാര്യങ്ങളിൽ മെയ് മാസം നിങ്ങൾക്ക് നൽകുന്ന പാഠം മിതവ്യയം എന്നതാണ്. വരുമാനത്തിൽ വലിയ കുറവുകൾ സംഭവിക്കില്ലെങ്കിലും അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ചെലവുകൾ നിങ്ങളുടെ ബഡ്ജറ്റിനെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുന്നതിന് മുൻപ് അത്യാവശ്യമാണോ എന്ന് ചിന്തിക്കുക. പഴയകാല നിക്ഷേപങ്ങളിൽ നിന്നുള്ള ചെറിയ ലാഭങ്ങൾ ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഊഹക്കച്ചവടങ്ങളിൽ നിന്നും റിസ്ക് കൂടുതലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഭാവിയിലെ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. കുടുംബത്തിലെ മുതിർന്നവരുമായി സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പുതിയ നിക്ഷേപ സാധ്യതകളെ കുറിച്ച് നിങ്ങൾക്ക് അറിവ് നൽകും. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ ശ്രദ്ധാപൂർവമായി സംസാരം അത്യാവശ്യമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ പലപ്പോഴും സത്യങ്ങൾ മുഖത്തു നോക്കി പറയുന്നവരാണ്. എന്നാൽ മെയ് മാസത്തിൽ ആ സത്യങ്ങൾ പറയുന്ന രീതിയിൽ അല്പം മയം വരുത്തുന്നത് ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പരസ്പര വിശ്വാസം കാത്തുസൂക്ഷിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. അവരുടെ പഠനത്തിലോ പെരുമാറ്റത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുക. ബന്ധുക്കളുമായുള്ള തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ പോകുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലതെന്ന തത്വം പാലിക്കുക. ചെറിയ ശാരീരിക അസ്വസ്ഥതകളെ പോലും അവഗണിക്കാതെ വൈദ്യസഹായം തേടുന്നത് നല്ലതാണ്. മാനസികമായി ചില സമയങ്ങളിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടേക്കാം. ഇത് മറികടക്കാൻ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതോ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നതോ ശീലമാക്കുക. രാത്രികാലങ്ങളിൽ അമിതമായി ചിന്തിച്ചു കൂട്ടുന്നത് ഉറക്കത്തെ ബാധിക്കുകയും അത് അടുത്ത ദിവസത്തെ ജോലിയെ തളർത്തുകയും ചെയ്യും. അതിനാൽ ചിട്ടയായ ഒരു ദിനചര്യ ഈ മാസം രൂപപ്പെടുത്തിയെടുക്കുക. ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഈ മാസം നിങ്ങൾ ചെയ്യുന്ന ലളിതമായ പരിഹാരങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒരു പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാൻ സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുന്നത് നിങ്ങളുടെ മാനസിക സന്തോഷം വർദ്ധിപ്പിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രശസ്തിക്ക് വേണ്ടിയാകാതെ നോക്കുക. ചുരുക്കത്തിൽ 2026 മെയ് മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നൽകുന്ന സന്ദേശം പ്രതിസന്ധികൾ വരും, എന്നാൽ നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അവ വഴിമാറും എന്നതാണ്. അനാവശ്യമായ ഭയങ്ങൾ ഉപേക്ഷിക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിന് പ്രാധാന്യം നൽകുക. ഈ മാസത്തെ അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ പക്വതയുള്ളവരാക്കും. മാസത്തിന്റെ ആദ്യ പകുതിയിൽ അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ രണ്ടാം പകുതിയോടെ നീങ്ങുകയും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും. ജാഗ്രതയോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. നിങ്ങളുടെ നക്ഷത്രനാഥനായ ബുധന്റെ അനുഗ്രഹത്താൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനും വിഘ്നേശ്വരന്റെ കൃപയാൽ തടസ്സങ്ങൾ നീങ്ങാനും ഈ മാസം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.